ഒരു നാട്ടില് സോനം എന്ന പേരുള്ള പെൺകുട്ടി ആശുപത്രിയുടെ വെളിയിൽ കടല വിൽക്കുമായിരുന്നു. നല്ല ചൂടുള്ള കടല വാങ്ങിച്ചോളൂ. നല്ല ചൂടുള്ളതും രുചിയുള്ള കടലയാണ് ചേട്ടാ, വാങ്ങിച്ചോളൂ. ചൂടുള്ള കടല നല്ല മസാല ചേർത്തിട്ടുണ്ടേ, വാങ്ങിച്ചോളൂ ചേട്ടാ. നല്ല രുചിയുള്ള കടല ചേട്ടാ, വില കുറച്ച കടല വാങ്ങിച്ചോളൂ. സോനമിന്റെ കടല എല്ലാവരും വാങ്ങി കഴിക്കുമായിരുന്നു. ആശുപത്രിയിൽ വരുന്ന ആൾക്കാര് ആരോഗ്യം പ്രാപിച്ച് തിരിച്ചു വരുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും അവര് സോനമിന്റെ കടല വാങ്ങി കഴിക്കും. ആശുപത്രിയുടെ വെളിയില് പിങ്കി എന്ന പേരുള്ള പെൺകുട്ടി പപ്പടം വിൽക്കുന്നുണ്ടായിരുന്നു. പിങ്കിയുടെ പപ്പടത്തിന് വിൽപ്പന കുറവായിരുന്നു. അതുകൊണ്ട് അവൾക്ക് സോനം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവളുടെ നല്ല രുചിയുള്ള കടല എല്ലാം പഴയ കടലയായിരിക്കും. അവള് കൊണ്ടുവരുന്ന ഈ കടല എത്ര പഴയതാന്ന് ആർക്കറിയാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം, എന്റെ കടല എന്തായാലും നിന്റെ ഉണങ്ങിയ പപ്പടത്തിനേക്കാൾ നല്ലതായിരിക്കും. സത്യം പറ, എത്ര ദിവസമായി നീ കുളിച്ചിട്ട്? സോനം വൈകുന്നേരം തിരിച്ചു വന്നതിന് ശേഷം സുഖമില്ലാത്ത പ്രായമായ അവളുടെ അമ്മയെ നോക്കുമായിരുന്നു. എന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അമ്മേ, ഇന്നൊരു പണക്കാരൻ കടല മേടിക്കാൻ വന്നപ്പോ 100 രൂപയുടെ ടിപ്പാ തന്നെ. ടിപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷം തോന്നുമ്പോ കുറച്ച് കൂടുതൽ പൈസ തരുന്നതിനെയാണ് ടിപ്പ് എന്ന് പറയുന്നത്. മോളെ, നീ വിവാഹം കഴിക്കാൻ ഒരു ചെറുക്കനെ കണ്ടുപിടിക്ക്. ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നറിയാലോ. ആദ്യം നിങ്ങൾ പഴയ ആരോഗ്യം വീണ്ടെടുക്ക്, അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചോളാം. സോനമിന്റെ അമ്മയുടെ ആരോഗ്യം ദിവസം കൂടുന്തോറും മോശമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾക്ക് അവളുടെ അമ്മയും കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു. ഇത് കണ്ടപ്പോ പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ സോനമിന്റെ അമ്മ ആശുപത്രിയിലാ. ഇനി കടല വിൽക്കാനൊന്നും അവൾക്ക് വരാൻ പറ്റില്ല. ഇനി കടല വിൽക്കുന്ന പരിപാടി ഞാൻ തുടങ്ങട്ടെ. ഇങ്ങനൊരു അവസരം ഇനി എനിക്ക് കിട്ടാൻ പോകുന്നില്ല. പിങ്കി പപ്പടം വിൽപ്പന നിർത്തി. എന്നിട്ട് അവള് കടല വിറ്റു. പക്ഷെ പിങ്കി ഉണ്ടാക്കിയ കടലയുടെ രുചി ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവളുടെ പപ്പടം വ്യാപാരം പോലെ കടലയും വളരെ കുറച്ചായിരുന്നു വിൽപ്പന. സോനമിന്റെ അമ്മയുടെ ആരോഗ്യം പഴയതുപോലായി. കടല വിൽക്കാൻ സോനം പിന്നെയും അവിടെ എത്തി. സോനം തിരിച്ചു വന്ന ഉടൻ തന്നെ അവളുടെ കടല കഴിക്കാൻ ആൾക്കൂട്ടമായിരുന്നു. ഞാൻ കടല വിറ്റപ്പം ആർക്കും കഴിക്കണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഈ വൃത്തികെട്ട പെണ്ണ് കടല വിറ്റപ്പോ ആൾക്കാര് മേടിച്ചാ കഴിക്കുന്നത്. ഇവളെയും ഇവിടെ കടല കഴിക്കാൻ വരുന്ന ആൾക്കാരെ പാഠം പഠിപ്പിക്കണം. പിങ്കി ആരും കാണാതെ സോനമിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സോനം അവളുടെ കടലയുടെ കൊട്ട പുറത്തു വെച്ചിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോയപ്പോ പിങ്കി അവളുടെ കടലയില് ചൊറിയുടെ മരുന്നിട്ടു. അന്ന് വൈകിട്ട് ആ കടല കഴിച്ച ആൾക്കാര് വളരെ ബുദ്ധിമുട്ടിലായി. ഈ പെണ്ണുണ്ടാക്കിയ കടല കഴിച്ചിട്ടാണ് ദേഹം മുഴുവനും ചൊറിയുന്നേ. ഇവിടെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്. ആൾക്കാര് സോനമിനെ ആ സ്ഥലത്തുനിന്ന് ഓടിച്ചു വിട്ടു. ഇതെല്ലാം കണ്ടപ്പം പിങ്കിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. ഇനി നീ എന്ത് ചെയ്യുമെന്ന് കാണണം. സോനം വീർപൂർ പോകുന്ന റോഡിന്റെ വഴിയേരുന്ന് ഒരുപാട് കരഞ്ഞു. ഇനി അമ്മയുടെ ചികിത്സ ഞാൻ എങ്ങനെ നടത്തും? സോനമിന്റെ അടുത്ത് പ്രായമായ ഒരു സ്ത്രീ ആഹാരം ചോദിച്ചു വന്നു. മോളെ, നിന്റെ കൊട്ടയ്ക്കകത്തിന്ന് കുറച്ച് കടല എനിക്ക് തരണേ. എനിക്ക് നല്ല വിശപ്പുണ്ട് മോളെ. അമ്മേ, ഈ കടലയൊന്നും കഴിക്കല്ലേ. ഇതിൽ ആരാണ്ട് ഏതാണ്ട് ചേർത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ 100 രൂപയുണ്ട്. വേണമെങ്കിൽ അത് കൊണ്ടുപോയിക്കോ. എവിടുന്നെങ്കിലും ആഹാരം മേടിച്ചു കഴിച്ചാ മതി. സോനം ആ പ്രായമായ സ്ത്രീക്ക് കയ്യിലിരുന്ന 100 രൂപ എടുത്തു കൊടുത്തു. ആ പ്രായമായ സ്ത്രീ കടലയുടെ മുകളിൽ കൈയൊന്ന് വെച്ചു. ഒരു തിളക്കം മാത്രമേ കണ്ടുള്ളൂ. ആ പ്രായമായ സ്ത്രീ അവിടുന്ന് പോയി. ചൊറിമരുന്നുള്ള കടലയുമായിട്ട് സോനം വീട്ടിലെത്തി. നടന്ന സംഭവമെല്ലാം അവള് അമ്മയോട് പറഞ്ഞു. ഇങ്ങ് തന്നെ, ഒരു സ്പൂണ് കടല ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇത് കാരണം ഞാൻ ചൊറിവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമല്ലോ. അമ്മ ഒരു സ്പൂണ് കടല കഴിച്ചു നോക്കി. കടല കഴിച്ച ഉടൻ തന്നെ അമ്മയ്ക്ക് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടി. മോളെ, എനിക്ക് പഴയ പോലെ ക്ഷീണമൊന്നും തോന്നുന്നില്ല. എനിക്ക് എന്റെ ദേഹത്ത് ചൊറിച്ചില് തോന്നുന്നില്ല. നിനക്കെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്, മനസ്സിലായോ? നീ ഈ കടല തന്നെ നാളെ വിൽക്കാൻ കൊണ്ടുപോയിക്കോ.
അടുത്ത ദിവസം തന്നെ സോനം കടലയുമായിട്ട് ആശുപത്രിയുടെ വെളിയിലെത്തി. ഒരു പെൺകുട്ടി അത്ഭുതമുള്ള കടല വിൽക്കുന്നു എന്നുള്ള കാര്യം ആശുപത്രിയുടെ പുറത്തുള്ള ആൾക്കാരെ അറിഞ്ഞു. അവളുടെ കടല കഴിച്ചാൽ ഏതൊരു ദീനവും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. സോനമിന്റെ അരികില് രോഗികളുടെ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആൾക്കാർ അവൾക്ക് ഇരട്ടി കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നു. എല്ലാവരും കടല കഴിച്ച് പഴയ ആരോഗ്യത്തോടെ കൂടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. താമസമില്ലാതെ ഈ വിവരം പിങ്കി അറിഞ്ഞു. അത്ഭുതമുള്ള കടലയോ? ഇതെന്ത് ഭ്രാന്താണ്! എന്നാൽ ഞാനോടൊന്ന് കഴിച്ചു നോക്കട്ടെ. പിങ്കിയും സോനമിന്റെ കടല വാങ്ങിച്ചു. അവൾ ആ കടല എടുത്ത് വായിലിട്ടപ്പം തന്നെ ദേഹം മുഴുവനും ചൊറിയാൻ തുടങ്ങി. അയ്യോ, ഇതെന്താ നടക്കുന്നതിന്? ദേഹം മുഴുവനും ചൊറിയുന്നുണ്ടല്ലോ. ഓ, ഇതിനകത്ത് എന്താണ് ഈ ചേർത്തിരിക്കുന്നേ? ഓ, എനിക്ക് വയ്യ, ചൊറിഞ്ഞു ചൊറിഞ്ഞു മതിയായി, എന്റെ ദേഹം മുഴുവനും ചൊറിയുന്നുണ്ടേ. സോനം നോക്കിയപ്പം 100 രൂപ കൊടുത്ത ആ പ്രായമായ സ്ത്രീ ദൂരെ നിന്ന് എവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. സോനമിന് മനസ്സിലായി അത്ഭുതമുള്ള കടല പ്രായമായ ആ സ്ത്രീ കാണിച്ച അത്ഭുതമാണെന്ന്. പ്രായമായ സ്ത്രീ പിങ്കിയുടെ അരികിൽ ചെന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇനി നീ മേലാൽ ആരെങ്കിലും ആഹാരത്തില് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചേർക്കാൻ പോകുമോ? നീ എനിക്ക് വാക്ക് തരാമെങ്കിൽ ഈ ചൊറിച്ചിലെല്ലാം ഞാൻ ഇപ്പൊ തന്നെ മാറ്റി തരാം. ഇല്ല, പെട്ടെന്ന് എന്റെ ചൊറിച്ചിൽ എങ്ങനെയൊന്നും മാറ്റി തരാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി മേലാല് ഈ കാണിച്ചതുപോലെ ഒന്നും ആരോടും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. പെട്ടെന്നാകട്ടെ. ആ സ്ത്രീ പിങ്കിയുടെ ചൊറിച്ചിൽ മാറ്റി ശരിയാക്കി. എന്നിട്ട് അവിടുന്ന് മാഞ്ഞുപോയി. രാമു എന്ന പേരുള്ള പാവപ്പെട്ട ആള് അയാളുടെ മകൾ വൈശാലിയോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. രാമുവിനിപ്പം വയസ്സായി. മകളെ കുറിച്ച് ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുമായിരുന്നു. അച്ഛാ, ഈ മരുന്നൊന്ന് കുടിച്ചേ. മോളെ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് നിനക്ക് നല്ലൊരു ബന്ധം എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഓരോരുത്തരുടെ വീട്ടില് ഒരു വേലക്കാരനെ പോലെ ജോലി എടുത്തത്. അത്രയും വർഷം കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കാൻ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ചായിരുന്നു എത്ര നന്നായിരുന്നേനെ. അച്ഛാ, എന്റെ വിവാഹത്തെ കുറിച്ച് ഓർത്ത് എന്തിനാണ് നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്? ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് നിങ്ങളെ പിരിഞ്ഞു പോകേണ്ട. ഒരു ദിവസം വൈശാലി വെള്ളം നിറയ്ക്കാൻ കിണറ്റിന്റെ അരികിൽ പോയി. വൈശാലി തിരിച്ചു വന്നപ്പം രാമു മരിച്ചു കിടക്കുന്നതായിരുന്നു അവള് കണ്ടത്. അച്ഛ, കണ്ണൊന്ന് തുറക്ക്. എന്നെ വിട്ടേച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അച്ഛാ. രാമുവിന്റെ അരികിൽ ഒരു ശിരോവസ്ത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയില് വൈശാലിക്ക് എഴുതിയ ഒരു കത്തും. വൈശാലി ആ കത്ത് തുറന്നു വായിച്ചു. മോളെ, നിനക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. സമ്പാദ്യം എന്ന് പറയാൻ അത്ഭുതമുള്ള ഈ ശിരോവസ്ത്രം മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് ഞാൻ നിനക്ക് തന്നിട്ട് പോകുന്നത്. ഇത് ഉപയോഗിച്ചാൽ നിനക്ക് നിന്റെ രൂപം മാറ്റാം. പക്ഷേ ഇതിനെ അത്യാവശ്യ സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം മാത്രം നീ പ്രത്യേകം ഓർത്തു വെക്കണം. അത്ഭുതമുള്ള ഈ ശിരോവസ്ത്രത്തിന്റെ പ്രഭാവം രാവിലെ മാത്രമേ കാണുള്ളൂ. അത്ഭുതമുള്ള ശിരോവസ്ത്രം എന്റെ രൂപം എന്റെ അച്ഛനെ പോലെ മാറ്റണേ. വൈശാലിയുടെ രൂപം രാമുവായിട്ട് മാറി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വൈശാലിയുടെ വീട്ടില് കഴിക്കാൻ ആഹാരം തീർന്നു. സാധനങ്ങൾ മേടിക്കാൻ അവളുടെ കയ്യിൽ പണവുമില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? അത്ഭുതമുള്ള ഈ ശിരോവസ്ത്രത്തിന് രൂപം മാത്രമല്ല മാറ്റാൻ കഴിയൂ. പണം ഉണ്ടാക്കി തരാൻ കഴിയില്ല. എവിടെങ്കിലും ഒരു ജോലി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു പെണ്ണിന് ആരാണ് ജോലി തരാൻ പോകുന്നേ? അതുകൊണ്ട് ഞാനൊരു ചെറുക്കന്റെ രൂപത്തിലേക്ക് മാറാം. ശിരോവസ്ത്രം ധരിച്ച് വൈശാലി ഒരു ചെറുക്കനായിട്ട് മാറി. എന്നിട്ട് ഒരു ജോലി അന്വേഷിച്ച് പുറത്തുപോയി. അന്വേഷിച്ച് വൈശാലി സീതാനഗറിൽ ചെന്നെത്തി. അതെ, ഇവിടെ നിങ്ങൾക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ടോ? എന്താണ് നിന്റെ പേര്? എന്റെ പേര് വൈശാലി. അല്ല, വിശാൽ എന്നാണ്. അങ്ങനെ വൈശാലിക്ക് വലിയൊരു തുണി വ്യാപാരിയുടെ സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടി. വൈശാലി ജോലിയിൽ ഒരുപാട് അധ്വാനിക്കുമായിരുന്നു. കടയില് തുണി മേടിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് മര്യാദയോടെ സംസാരിക്കുമായിരുന്നു. ഈ വിശാൽ കടയിൽ വന്നതിന് ശേഷം എനിക്ക് ഇവിടെ ശരിക്കും ലാഭം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവനുള്ള ശമ്പളം ഞാൻ അങ്ങ് കൂട്ടാം. വൈശാലി ശ്രദ്ധയോടെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നേരെ തിരിച്ച് കടയിൽ നിന്ന് വീട്ടിലേക്ക് വരും. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോ ശിരോവസ്ത്രത്തിന്റെ അത്ഭുതം തീർന്നു പോകും. അവൾ അവളുടെ പഴയ പെണ്ണിന്റെ രൂപത്തിലേക്ക് മാറുമായിരുന്നു. കുറച്ചു മാസങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിച്ചുകൂട്ടി. വൈശാലി നന്നായിട്ട് സമ്പാദിക്കാനും തുടങ്ങി. പക്ഷെ തുണിക്കടക്കാരന്റെ മകൾ
വിശാലിനെ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വ്യാപാരിയുടെ മകൾ സന്ധ്യ അച്ഛൻ ആഹാരം കൊടുക്കാൻ വേണ്ടി ഉച്ചനേരത്ത് കടയിലേക്ക് വരുമായിരുന്നു. വിശാൽ, നീ ആഹാരം കഴിച്ചോ? അതെ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോയിട്ട് കഴിക്കും. നിനക്ക് സമ്മതമാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ നിനക്ക് വേണ്ടി ആഹാരം കൊണ്ടുവരാം. അല്ല, ഞങ്ങളുടെ വീട് കാണാൻ നിനക്ക് എന്നോടൊപ്പം വരാൻ പറ്റുമോ? ഇല്ല, എനിക്കിപ്പോ വരാൻ കഴിയില്ല. ഇപ്പൊ കടയില് ഒരുപാട് ആൾക്കാര് വരും. നീ പോയിട്ട് വാ വിശാൽ, ഇവിടെ വരുന്ന ആൾക്കാരെ ഞാൻ നോക്കിക്കോളാം. വിശാലിന്റെ വിവാഹം അയാളുടെ മകളുമായിട്ട് നടക്കണമെന്ന് വ്യാപാരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് വൈശാലിക്ക് സന്ധ്യയോടൊപ്പം അവരുടെ വീട് കാണാൻ പോകേണ്ടി വന്നു. വ്യാപാരിയുടെ വീട് ഒത്തിരി വലിയതായിരുന്നു. വൈശാലി വീട് മുഴുവനും കണ്ടു വന്നപ്പം വൈകുന്നേരമായി. സൂര്യൻ ഏകദേശം അസ്തമിക്കാറായി. എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. പക്ഷേ നീ വീട് മുഴുവനും കണ്ടു തീർന്നിട്ടില്ലല്ലോ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വന്നോളാം. തൽക്കാലം ഞാൻ പോകട്ടെ. വേണമെങ്കിൽ രാത്രി ഇവിടെ തന്നെ തങ്ങാം. ഇല്ല, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. ആ വീട്ടിൽ നിന്ന് ഓടാൻ തുടങ്ങിയ വൈശാലി നേരെ അവളുടെ വീട്ടിൽ വന്നിട്ടാണ് നിന്നത്. എന്റെ ദൈവമേ, ഭാഗ്യം കൊണ്ടാ ഞാനിന്ന് രക്ഷപ്പെട്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന് വൈശാലിക്കൊന്നും മനസ്സിലായില്ല. അവള് സ്വയം ഒരു സ്ത്രീ ആയതുകൊണ്ട് വ്യാപാരിയുടെ മകളുമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതല്ല, അവൾ ഇനി വ്യാപാരിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാ പിന്നെ അവളുടെ ജോലി പോകും. ജോലി ചെയ്താലും എനിക്ക് വിടാൻ പറ്റില്ല. ഇനി വ്യാപാരി വിവാഹത്തിന്റെ കാര്യം എന്തെങ്കിലും ചോദിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒഴിയാൻ നോക്കാം. വ്യാപാരി എപ്പോഴെങ്കിലും വൈശാലി, അതായത് വിശാലിനോട് വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോ വൈശാലി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ കാര്യം ഒഴിവാക്കുമായിരുന്നു. ഒരു ദിവസം വ്യാപാരി അയാളുടെ മകളോട് പറഞ്ഞു, ഈ വിശാൽ ആരോടും ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. അവനെ കുറിച്ചുള്ള ഒരു വിവരം പോലും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇന്ന് വൈകുന്നേരം നീ അവനെ പിന്തുടരണം. എന്നിട്ട് അന്വേഷിക്ക് അവൻ എവിടാ താമസിക്കുന്നേന്ന്. അന്ന് വൈകിട്ട് സന്ധ്യ വിശാലിനെ പിന്തുടർന്നോണ്ടിരുന്നു. എന്നിട്ട് വിശാൽ രൂപം മാറുന്നത് അവള് കണ്ടു. സന്ധ്യയുടെ മനസ്സ് വല്ലാണ്ട് തകർന്നുപോയി. കണ്ട കാര്യങ്ങളെല്ലാം സന്ധ്യ അവളുടെ അച്ഛനോട് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അടുത്ത ദിവസം വൈശാലി വിശാലിന്റെ രൂപത്തിൽ ജോലി സ്ഥലത്തെത്തിയപ്പോ വ്യാപാരി അവനോട് പറഞ്ഞു, നീ ആരാണ്? പെണ്ണോ അതോ ചെറുക്കനോ? മര്യാദയ്ക്കെല്ലാം തുറന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ജയിലിലാക്കും. വൈശാലി അവളുടെ ശിരോവസ്ത്രം ഊരി അവളുടെ പഴയ രൂപത്തിൽ വന്നു. എന്നിട്ട് ഒരുപാട് കരഞ്ഞു. ഞാൻ ഒരു പെണ്ണാണ്. പെണ്ണുങ്ങൾക്ക് ആരും ജോലി തരാറില്ല. അതുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയാ ഞാൻ ഒരു പുരുഷന്റെ വേഷം കെട്ടിയത്. അത്ഭുതമുള്ള ഈ ശിരോവസ്ത്രം എന്റെ അച്ഛനാണ് എനിക്ക് തന്നത്. ദൈവത്തെ ഓർത്ത് എന്നെ ജോലിന്ന് പിരിച്ചുവിടില്ല. എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല. ഇത്രയും ദിവസമായിട്ട് നീ ഞങ്ങൾ രണ്ടുപേരെയും വെട്ടിയാക്കുമായിരുന്നു. പോട്ടെ, സാരമില്ല. ഇനി നിനക്ക് ഈ ലോകത്ത് മറ്റാരുമില്ലെന്ന് നീ പറയുന്ന ഈ കാര്യം സത്യമാണെങ്കിൽ പിന്നെ എനിക്ക് ഒന്നല്ല 2 പെൺകുട്ടികളാണുള്ളത്. പക്ഷെ അത്ഭുതമുള്ള ഈ ശിരോവസ്ത്രം നീ ഇനി ഇടില്ല. ദമാദംപൂർ എന്നൊരു ഗ്രാമത്തിൽ കേതൻ തന്റെ ഭാര്യ രേഖയോടൊപ്പം ജീവിച്ചിരുന്നു. കേതൻ തന്റെ മകൻ പ്രണീതിനോടൊപ്പം സമൂസ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. കേതന്റെ ഈ സമൂസക്കടയുടെ നേരെ എതിർവശത്തായി അദ്ദേഹത്തിന്റെ ചെറുപ്പകാല ഫ്രണ്ട് മുന്നയുടെ കുല്ലഡ് ചായയുടെ കടയുണ്ടായിരുന്നു. കേതൻ എപ്പോഴും മുന്നയെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. എന്താടോ മുന്ന, ഇന്ന് തന്റെ കട വളരെ ലേറ്റായാണല്ലോ തുറന്നത്. അതുകൊണ്ടാണ് രേഖയുടെ കൈകൊണ്ട് കുടിക്കാൻ കൊള്ളാത്ത ചായ ഞാൻ കുടിച്ചിട്ട് വന്നത്. എന്നോട് ക്ഷമിക്കടോ, എനിക്ക് കുറച്ച് വയ്യായിരുന്നു. അതുകൊണ്ടാ ഞാൻ കട കുറച്ച് ലേറ്റായി തുറന്നത്. അതിന് ഡോക്ടറിനെ കാണിക്കണ്ടേ? താൻ മരുന്ന് വാങ്ങിയോ? ഇന്ന് പോയി റെസ്റ്റ് എടുക്കടോ. ശരീരമാ നമ്മുടെ സ്വത്ത്. ഞാൻ മരുന്ന് വാങ്ങി. നിങ്ങളുടെ കടയിൽ ഇന്ന് കസ്റ്റമേഴ്സേ ഇല്ലെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ വരാനാ? ഇന്ന് പ്രണീത് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കുക. കടയിൽ സമൂസ അവനാ ഉണ്ടാക്കുന്നത്. പ്രണീത് വന്നതിന് ശേഷം കടയിൽ സമൂസയൊക്കെ ഉണ്ടാക്കി അവനാ വിൽക്കുന്നത്. അതേസമയം അവിടേക്ക് പ്രണീതും വന്നു. മുന്നാങ്കിൾ, ഒരു ചായ തരൂ, വേഗം തരൂ. കടയിൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പോകേണ്ടതാ. ഒരു കാര്യം ചെയ്യ്, നീ പോയി സമൂസ ഉണ്ടാക്കാൻ തുടങ്ങ്. ഞാൻ നിന്റെ കടയിലേക്ക് കൊണ്ടുവന്ന് ചായ തരാം. അതാ അതിന്റെ ശരി. നീ പോ മോനെ, ഞാൻ ചായ വാങ്ങി വരാം. പ്രണീത് പോയതിനു ശേഷം മുന്ന കേതനോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ മകൻ നന്നായി അധ്വാനിക്കുന്നുണ്ട്. ദിവസം മുഴുവനും ജോലി ചെയ്യുന്നു. ആഹാ, കൊള്ളാം കൊള്ളാം.
അത് എനിക്ക് നന്നായി അറിയാമടോ. 2 ചായതാ, ഞാൻ കൊണ്ടുപോകാം. നിന്നെ വൈകുന്നേരം കാണാം. അപ്പോൾ നമുക്ക് സംസാരിക്കാം. പ്രണീത് തന്റെ സമൂസ കടയിൽ പകലും രാത്രിയുമായി അധ്വാനിച്ചുകൊണ്ടേയിരുന്നു. ദിവസം മുഴുവനും സമൂസയുണ്ടാക്കി അതെല്ലാം വിറ്റ് തീർക്കുന്ന ജോലികൾ ചെയ്തിരുന്നു. എന്നാൽ പ്രണീതിന്റെ ഫ്രണ്ട് മംഗളു അവനെ കണ്ട് എപ്പോഴും അസൂയപ്പെടുമായിരുന്നു. പ്രണീതിന്റെ സമൂസ കടയുടെ അടുത്ത് എപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ മംഗളുവിന്റെ സ്വീറ്റ് കടയിലോ ഒരിക്കലും ആള് കാണില്ലായിരുന്നു. മോനെ മംഗളു, നീ എവിടെയാ? ഇവിടെ നോക്ക്, പ്രണീത് നിനക്ക് വേണ്ടി സമൂസ അയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാ വന്നത്. ഇതിലിപ്പോൾ പ്രശ്നം എന്താണ്? ഞാൻ പോയി കണ്ടിട്ട് വരാം. മംഗളു നേരെ പ്രണീതിന്റെ കടയിലേക്ക് പോയി. എന്താ, കച്ചവടമൊക്കെ നന്നായി നടക്കുന്നെന്ന് തോന്നുന്നു. ഫ്രീ ആയിട്ട് സമൂസ എല്ലാം കൊടുക്കുന്നു. എടോ, അങ്ങനെയൊന്നുമില്ലടോ. ഇന്ന് സമൂസ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ കൊടുക്കാമെന്ന് വെച്ചത്. എനിക്കെല്ലാം അറിയാം. ഇതെല്ലാം നീ മനഃപൂർവ്വം ചെയ്യുന്നതാ, എന്നെ അപമാനിക്കാൻ വേണ്ടി. നിന്റെ സമൂസ കട എന്റെ സ്വീറ്റ്സ് കടയെക്കാളിലും വളരെ നന്നായി മുൻപോട്ട് പോകുന്നല്ലോ, അതുകൊണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ. വെറുതെ ഇരിക്ക്, നിന്റെ ജോലി നോക്ക് പോ. മംഗളു പ്രണീതിന്റെ കടയിലേക്ക് പോയി അവനോട് വഴക്കുണ്ടാക്കി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ പാർക്കിൽ പോയിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രണയത്തിന്റെ വിചാരം അവൻ ആരാണെന്നോ? അവൻ സമൂസ നന്നായിട്ടുണ്ടാക്കുന്നുണ്ട്. ആ സമൂസയേക്കാൾ രുചി എന്റെ സ്വീറ്റ്സിനുണ്ടല്ലോ. അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മംഗളു ഇങ്ങനെ തന്റെ മനസ്സിനുള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തിലേക്ക് ഗോലു വന്നു. അയാൾ ആ ഗ്രാമത്തിലെ ഒരു മോഷ്ടാവായിരുന്നു. അയാൾ ജയിലിൽ നിന്ന് കുറച്ചു ദിവസം മുൻപെയാണ് റിലീസായത്. ആ ഗോലിച്ചേട്ടാ, ജയിലിൽ നിന്ന് എപ്പോൾ വന്നു? ഈ സ്ഥലത്തിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുവാ? കഴിഞ്ഞ മാസമാ ഞാൻ പുറത്തിറങ്ങിയത്. ഇനി ഞാൻ മോഷ്ടിക്കുകയില്ലടോ. ഒരു നല്ല മനുഷ്യനായി ജീവിച്ചോളാം. നല്ല മനുഷ്യനായാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. താൻ നല്ല വിഷമത്തിലാണല്ലോ, എന്ത് പറ്റി? മംഗളു ഗോലുവിനോട് തന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഗോലുവും ഇങ്ങനെ പറഞ്ഞു. ആഹാ, അത്രയേ ഉള്ളൂ. താൻ പോയ സമൂസയിൽ എന്തെങ്കിലും കലർത്തിയിട്ട് പാടോ. ഒരു കാര്യം ചെയ്, ആ സമൂസയിൽ വയറിളകുന്ന മരുന്നൊഴിക്ക്. അതിനുശേഷം ഈ ഗ്രാമം മുഴുവനും അയാളുടെ സമൂസ കഴിച്ച് നേരെ പറമ്പിലേക്ക് ഓടും. അപ്പോൾ അയാളുടെ കഥ തന്നെ മാറിക്കോളും. എന്നാൽ ഒരുപാടങ്ങ് ആകരുത്. ഞാൻ തനക്ക് ഐഡിയ തന്നല്ലോ, ബാക്കിയൊക്കെ താൻ തന്നെ നോക്ക്. ഗോലു പറയുന്നതും ശരിയാണ്. അവന്റെ സമൂസയിൽ ഞാൻ മരുന്ന് കലക്കി അവന്റെ കട ഞാൻ നശിപ്പിക്കാൻ പോകുക. മംഗളു വീട്ടിലേക്ക് പോയി രാത്രി മുഴുവനും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. പിന്നെ ഗോലുവിന്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്ത് പ്രണീതിന്റെ സമൂസയിൽ എന്തോ ഒരു മരുന്ന് കലക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് കുപ്പിയെടുക്കാനുള്ള പണം എനിക്ക് കിട്ടി. ഇവന്റെ സമൂസയിൽ മരുന്നൊഴിച്ചിട്ട് വൈകുന്നേരം വയറുമുട്ട കുടിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുക. ഇതൊക്കെയാണ് ജീവിതം. ഇങ്ങനെ തന്നെ പോകട്ടെ, വളരെ നന്നായി. ഗോലു പ്രണീതിന്റെ കടയിലേക്ക് പോയി ആ സമൂസയിലെല്ലാം മരുന്ന് കലർത്തി. അന്നോ സമൂസയും ഒരുപാട് വിറ്റുപോയി. ഒരുപാട് ദൂരെ നിന്നും ആൾക്കാർ വന്ന് മരുന്ന് കലർത്തിയ സമൂസ വാങ്ങിക്കൊണ്ടുപോയി. കണ്ടോ അമ്മേ, ഇന്ന് സമൂസ ഒരുപാട് വിറ്റുപോയി. ദൈവം ഇങ്ങനെ തന്നെ കച്ചവടം തന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് വയറ്റിൽ കൈവച്ചുകൊണ്ട് വന്നു. താൻ സമൂസയിൽ എന്താണോ കലർത്തിയത്? എന്റെ വീട്ടിലെ വെള്ളം മുഴുവനും തീർന്നടോ. ഇപ്പോൾ ഞങ്ങൾ ഇലയാ ഉപയോഗിക്കുന്നത്. നിന്റെ സമൂസ ഇപ്പോൾ വളരെ മോശമാണ്. എന്റെ കുടുംബത്തിലുള്ളവർ ബാത്റൂമിൽ കയറി ക്ഷീണിച്ചു പോയി. നീ എന്താടാ സമൂസയിൽ കലർത്തിയത്? ഞാൻ ഒന്നാമത് എല്ലുപോലെ പറമ്പിലേക്ക് ഓടി ഓടി വീണ്ടും എല്ലുകോലിയായി. മരുന്ന് കലർത്തിയ സമൂസ കഴിച്ചതുകൊണ്ട് ഗ്രാമജനങ്ങൾക്ക് എല്ലാവർക്കും ലൂസ് മോഷനായി. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അന്നു മുതൽ പ്രണീതിന്റെ കടയിൽ ആൾക്കാർ വന്നതേയില്ല. ഇനി തന്റെ കടയിലേക്ക് ആരും വരില്ലടോ. എല്ലാവരും സ്വീറ്റ്സ് കഴിക്കൂ, സമൂസ കഴിക്കുകയേയില്ല. പ്രണീതിന്റെ കട നന്നായി മുൻപോട്ട് പോകാത്തത് കൊണ്ട് മംഗളുവിന്റെ സ്വീറ്റ് കട വളരെ നന്നായി മുൻപോട്ട് പോയി. ഇതിൽ പ്രണീത് ഒരുപാട് വിഷമത്തിലായി മുൻപിലുള്ള മുന്നയുടെ ചായക്കടയിലേക്ക് പോയി. എന്തു പറയാനാ മുന്നാങ്കിൾ, എല്ലാം വളരെ നന്നായി മുൻപോട്ട് പോയിരുന്നു. എന്നാൽ ഇന്ന് നോക്കൂ. മോനെ, ബുദ്ധിമുട്ടാകുമ്പോൾ വരും പോകും. അതിനൊക്കെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? അദ്ദേഹം പറഞ്ഞ സാധാരണ ജീവിതവും പിന്നെ ഉയർന്ന ചിന്താഗതികളും കേട്ടതും പ്രണീത് ആ സ്ഥലത്തിലേക്ക് തന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛാ, ഇവിടെ വരൂ. നമ്മുടെ കട രക്ഷിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ മോനെ?
താങ്കൾ കിച്ചടി നന്നായി ഉണ്ടാക്കാറില്ലേ? നമുക്ക് എന്തുകൊണ്ട് കിച്ചടി വ്യാപാരം ചെയ്തുകൂടാ? ഇതിലൂടെ ആർക്കൊക്കെ വയറിന് പ്രോബ്ലം ഉണ്ടോ അതും ശരിയാക്കാമല്ലോ. അവർക്ക് ലൈറ്റ് ഫുഡും കഴിക്കാൻ കിട്ടും. നമ്മുടെ കച്ചവടവും നന്നായി മുൻപോട്ട് പോകും. എല്ലാം ശരിയാകും. ആഹാ, കൊള്ളാമല്ലോ. നീ ഒരു നല്ല ഐഡിയ തന്നെയാ പറഞ്ഞത്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എനിക്കും ഇതിൽ പങ്കെടുക്കാമോടോ? നമുക്ക് തണുത്ത കിച്ചടി വിൽക്കാം. എടോ മുന്നാ, താൻ ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോടോ? താൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൊല്ലഡ് കിച്ചടി വിൽക്കാൻ ഉറപ്പായും വരാമടോ. കേതനും മുന്നയും പിന്നെ പ്രണീതും അന്ന് തന്നെ അവരുടെ കൊല്ലഡ് കിച്ചടി കട തുടങ്ങി വെച്ചു. അങ്ങനെ കേതൻ കിച്ചടി ഉണ്ടാക്കി അത് പ്രണീതിന് കൊടുത്തു. പ്രണീതും ആ കിച്ചടി കൊല്ലടിൽ വെച്ച് അത് വിൽക്കാനും തുടങ്ങി. വരൂ വരൂ, കൊല്ലഡ് കിച്ചടി കഴിക്കൂ. ആർക്കൊക്കെ വയറിന് പ്രശ്നമുണ്ടോ ഇവിടേക്ക് വരൂ. ഇത് കഴിച്ചിട്ട് പോകൂ. ആദ്യ ദിവസം എല്ലാം ഫ്രീ ആണ്. അതെ അതെ, ആദ്യ ദിവസം ഫ്രീ ആയി കൊടുത്ത് നീ നല്ല കാര്യം ചെയ്തു. ഇന്നുകൊണ്ട് എല്ലാ പ്രശ്നവും തീർന്നാൽ നാളെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെയും കിട്ടും. ആദ്യ ദിവസം തന്നെ കൊല്ലഡ് കിച്ചടി നന്നായി വിറ്റുപോയി. ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ കടയിലേക്കും വന്നു. ആ കൊല്ലഡ് കിച്ചടി കഴിച്ചതുകൊണ്ട് അവരുടെ വയറിലെ പ്രശ്നമെല്ലാം ശരിയാകുന്നെന്ന് ജനങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കിയതും അവർ പ്രണീതിന്റെ കടയിലേക്ക് കൊല്ലഡ് കിച്ചടി കഴിക്കാൻ വേണ്ടി വന്നു. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി കുള്ളറ്റ് കിച്ചടി തരൂ. ഇത്തവണ കുറച്ചധികം തരണം. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ പ്രണീതിന്റെയും മുന്നയുടെയും കേതന്റെയും ഈ കൊല്ലഡ് കിച്ചടി കച്ചവടം വളരെ നന്നായി പോയി. അച്ഛനും മകനും പിന്നെ മുന്നയും എല്ലാവരും ചേർന്ന് വളരെ നന്നായി ആ കട മുൻപോട്ട് കൊണ്ടുപോയി. നിങ്ങൾക്ക് ഒരുപാട് നന്ദി, എന്നെയും നിങ്ങളുടെ കടയുടെ ഒരു പാർട്ട്ണർ ആക്കിയതിന്. താങ്കൾ വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ താങ്കൾ ഞങ്ങളെ വന്ന് സഹായിച്ചില്ലേ? ഇത് കണ്ട് ഗോലുവും മംഗളുവും അവരുടെ തലമുടി പറിച്ചെറിയാൻ തുടങ്ങി. ഗോലുവിനെ മോഷണ കേസിൽ വീണ്ടും പോലീസ് പിടിച്ച് അകത്താക്കി. ശേഷം മംഗളു തന്റെ സ്വീറ്റ് വ്യാപാരം വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ അത് നല്ലതായി മുൻപോട്ട് പോയതേയില്ല. ഒരമ്പലത്തിന്റെ പുറത്തിരുന്ന് ഒരാൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നു. അവൻ ഒരുപാട് വിശപ്പിലായിരുന്നു. പിന്നെ ഒരുപാട് നേരമായി അവിടെ തന്നെയായിരുന്നു. പക്ഷെ അവന് ആരും ഭിക്ഷ കൊടുക്കുന്നേയില്ല. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും എന്തെങ്കിലും തരൂ. 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എന്തെങ്കിലും തരൂ. അപ്പോഴാണ് അവിടേക്ക് ഒരു വലിയ കാർ വന്നത്. അതിൽ നിന്ന് 2 പേരിറങ്ങി. അവർ 2 പേരും സുഹൃത്തുക്കളാണ്. ഒരാളുടെ പേര് ആലോക്, മറ്റൊരാളുടെ പേര് അക്ഷത്. ആലോക് ഒരു വലിയ കമ്പനിയുടെ ഓണറാണ്. പിന്നെ അക്ഷത് ആലോകിന്റെ പാർട്ട്ണറായി പണി ചെയ്യുന്നു. ആലോക്, ഈ സമയം താനെന്തിനാ എന്നെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്? കുറച്ച് സമയത്തിനകം മീറ്റിംഗ് ഉണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ട് പോകാമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. വാ, കയറിയിട്ട് പോകാം. ആലോക് പിന്നെ അക്ഷത് പടി കയറിക്കൊണ്ടിരുന്നു. അപ്പ ആ പിച്ചക്കാരൻ വന്ന് അക്ഷത്തിന്റെ കാലിൽ പിടിച്ചു. അക്ഷത് പേടിച്ചു പോയി. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആലോക് ഇതെല്ലാം നോക്കി നിന്നു. അങ്ങുന്നേ, കഴിക്കാൻ എന്തെങ്കിലും തരൂ. എന്തെങ്കിലും തന്നാൽ മതി. എനിക്ക് ഒരുപാട് വിശക്കുന്നു. 2 ദിവസമായി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്. എന്തെങ്കിലും തരൂ. അയ്യോ, ഇയാൾ എന്താ ചെയ്യുന്നത്? എന്റെ കാലിൽ നിന്ന് വിടൂ. എന്റെ തുണിയൊക്കെ വൃത്തികേടാക്കാതെ പോയിവിടെ നിന്ന് വേറെ എവിടെങ്കിലും ഭിക്ഷ ചോദിക്ക്. നിൽക്ക്, ഇത്രയും ചോദിക്കുന്നില്ലേ? എന്തെങ്കിലും കൊടുക്ക്. ഹേ ആലോക്, തനിക്ക് ഇവരെ കുറിച്ച് അറിയില്ലേ? ഇവരുടെ കൈക്കും കാലിനും ഒരു കുഴപ്പവും കാണില്ല. എന്നാലും ഇവരുടെ ശീലം സൗജന്യമായി കിട്ടുന്ന ഭക്ഷണം കഴിക്കലാണ്. ഇവരെല്ലാവരും ഇങ്ങനെയാണ്. നിൽക്ക്, ഞാൻ കൊടുക്കാം. ആലോക് ആ പിച്ചക്കാരനെ അവിടെ ഇരുത്തി. പിന്നെ അവന് ഭക്ഷണവും കൊടുത്തു. വളരെ വിശപ്പായതുകൊണ്ട് അവൻ ആ ഭക്ഷണം മുഴുവനും കഴിച്ചു. പിന്നെ ആലോക് അവനോട് ഇങ്ങനെ ചോദിച്ചു. എടോ, താൻ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരോട് ഭിക്ഷ ചോദിക്കുന്നത്? തന്റെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിച്ചുകൂടെ? അങ്ങുന്നേ, എനിക്ക് ആദ്യം സമൂസ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. എന്റെ കച്ചവടവും നന്നായി പോയിരുന്നു. എന്റെ ഭാര്യയും എന്റെ ഒപ്പമായിരുന്നു. എന്നാൽ കാലക്രമേണ എന്ത് സംഭവിച്ചെന്നാൽ അവൾക്ക് ഒരു മാറാ രോഗം വന്നു. അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ എന്റെ കടയെല്ലാം വിറ്റു. എന്നിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവളുടെ ഓർമ്മയിലാണ് ഞാൻ ജീവിക്കുന്നത്. വേറെ കച്ചവടം തുടങ്ങാനും എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു പണവുമില്ല. ആ പിച്ചക്കാരന്റെ കഥ കേട്ട് ആലോകിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. അദ്ദേഹം ആ പിച്ചക്കാരനെ സഹായിക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് പറഞ്ഞു, തന്നെ കാണുമ്പോൾ കഷ്ടം തോന്നുന്നു. താൻ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? അതിന് എത്രത്തോളം പണമാകും? അത് താൻ പറയൂ. താങ്കൾ വളരെ നല്ലവനാണ്. താങ്കളെ പോലെയുള്ള നല്ല ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഞാനൊരു ഭക്ഷണം വിൽക്കുന്ന കട തുടങ്ങാൻ ആഗ്രഹിക്കുന്നു.
ശരി, എന്നാൽ താൻ എന്തുണ്ടാക്കും? ഇവിടെ സമൂസ കടകൾ ഒരുപാടുണ്ട്. താൻ സ്പെഷ്യലായി എന്തെങ്കിലും ചിന്തിക്കൂ. ഞാൻ തനിക്ക് പണം തരാം. തന്റെ കട നന്നായി നടക്കുമ്പോൾ ആ പണം തിരികെ തന്നാൽ മതി. എന്നാൽ ഞാൻ മിഷൽ പാവ് കട തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം എന്റെ ഭാര്യയ്ക്ക് മിഷൽ പാവ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാനും മിഷൽ പാവ് ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. ശരി, എന്നാൽ എന്റെ കൂടെ വാ. ആലോക് പിന്നെ അക്ഷത് ആ പിച്ചക്കാരനെ അവരോടൊപ്പം കൂട്ടിക്കൊണ്ടുവന്നു. അവനൊരു തള്ളുവണ്ടിയും പിന്നെ ആവശ്യമായ സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. അവൻ ആ തള്ളുവണ്ടിക്ക് ദംദാർ കല മിസൽ പാവ് എന്ന് പേരിട്ട് മിസൽ പാവുകൾ വിൽക്കാനായി തുടങ്ങി. അവൻ അവന്റെ തള്ളുവണ്ടി ആലോക് അക്ഷത്തിന്റെ ഓഫീസിന്റെ പുറത്താണ് വെച്ചത്. വരൂ വരൂ വരൂ, വന്ന് കഴിക്കൂ. മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ മട്ക മിഷൽ പാവ്. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വരും. വരൂ വരൂ. കലത്തിൽ മിസൽ പാവ് അതവിടെയുള്ളവർക്ക് അറിയാത്ത ഒരുതരം പുതിയ ഡിഷായിരുന്നു. അതുകൊണ്ട് അവന്റെ തള്ളുവണ്ടിക്കടുത്ത് ഒരു വലിയ കൂട്ടം തന്നെ വന്നു. ഒരുപാട് പേർ അവന്റെ വണ്ടിക്കടുത്ത് വന്ന് ആ മിസൽ പാവ് വളരെ ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ആലോക് പിന്നെ അക്ഷത്തിന്റെ ഓഫീസിലുള്ള എല്ലാവർക്കും അതൊരു ദിവസശീലമായി മാറി. എല്ലാവരും ദംദാർ കല മിസൽ പാവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അവിടെ നോക്ക്, താഴെ ഒരു വണ്ടിയുണ്ട്. അതിലുള്ളത് കഴിച്ചു നോക്കിയോ? ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കഴിച്ചിട്ടേ ഇല്ല. ആ അതെ, അത് മഹാരാഷ്ട്രയുടെ ഫേമസ് ഡിഷാ. ഞാൻ ഇവിടെയാ അത് കാണുന്നത്. ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്കും പാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ ആദ്യം മഹാരാഷ്ട്രയിലായിരുന്നു. അത് കഴിച്ചപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. ഒരു ദിവസം വിദേശത്ത് നിന്ന് ഒരു വലിയ ക്ലയന്റ് ആലോകിന്റെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥാണ്. പിന്നെ അദ്ദേഹവും ആലോകിന്റെ നല്ല സുഹൃത്താണ്. സിദ്ധാർത്ഥ് കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ പിച്ചക്കാരന്റെ തള്ളുവണ്ടി കണ്ടു. അദ്ദേഹം ആ ചെറിയ തള്ളുവണ്ടി കണ്ട് ഷോക്കായി. ഇത്രയും വലിയ ഓഫീസിന് മുന്നിൽ ഇത്ര ചെറിയ തള്ളുവണ്ടി കണ്ട് അദ്ദേഹം ഷോക്കായി. അതുമല്ലാതെ ഇത്ര വലിയ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും അവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹം ഉടനെ ആലോകിനോട് ഇങ്ങനെ പറഞ്ഞു. ആലോക്, തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും ആ ചെറിയ വണ്ടിക്കാരന്റെ കയ്യിൽ നിന്ന് എന്താ കഴിക്കുന്നത്? അതുമല്ലാതെ ഓഫീസ് വാലിയിൽ നിർത്താൻ എന്തിനാ സ്ഥലം കൊടുത്തത്? ഞാനായിരുന്നെങ്കിൽ ആദ്യം ആ വണ്ടിക്കാരനെ അടിച്ചോടിച്ചേനെ. ഈ ഓഫീസിന്റെ ലുക്ക് തന്നെ കളഞ്ഞു. ആ പേര് കണ്ടോ, മട്ക മിഷൽ പാവ്. ഈ മനുഷ്യരൊക്കെ എങ്ങനെയാ ഈ മിഷൽ പാവ് കഴിക്കുന്നത്? സിദ്ധാർത്ഥ്, അയാൾ ആ കടയിടാൻ കാരണക്കാരൻ തന്നെ ഞാനാണ്. ഞാനാ പെർമിഷൻ കൊടുത്തത്. അവൻ ഉണ്ടാക്കുന്ന ആ മിഷൽ പാവ് സത്യത്തിൽ നല്ല രുചിയാണ്. ആ വണ്ടി അവിടെ ഉള്ളതിന് നിനക്കെന്താ കുഴപ്പം? ആലോക്, ചിന്തിച്ചു നോക്ക്. നിന്റെ ഓഫീസിന്റെ റെപ്യൂട്ടേഷൻ പോകും. ആരെങ്കിലും വന്ന് ആ കട കണ്ടു കഴിഞ്ഞാൽ എന്ത് കരുതും? ഒരു തവണ അവൻ വിൽക്കുന്ന മിഷൽ പാവ് നീ ഒന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ നീ ഇതെല്ലാം മാറ്റി പറയും. ഇല്ല ഇല്ല, ഞാൻ ഇതുപോലെയുള്ള അൺഹൈജീനിക് ഫുഡൊന്നും കഴിക്കില്ല. അയാൾ എന്തുപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്? എടോ, തന്റെ ചിന്തയെല്ലാം തെറ്റാ. അവൻ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതുമല്ലാതെ നല്ല ഹൈജീനിക് ആയിട്ടാണ് റെഡിയാക്കുന്നതും. ആലോക് അദ്ദേഹത്തിന്റെ ഓഫീസ് ബോയെ വിളിച്ച് ഒരു കലമിസൽ പാവ് വാങ്ങാൻ പറഞ്ഞു. പിന്നെ അത് സിദ്ധാർത്ഥനോട് കഴിക്കാൻ പറഞ്ഞു. സിദ്ധാർത്ഥ് ആദ്യം കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ മിസൽ പാവിൽ നിന്ന് വരുന്ന മണം അദ്ദേഹത്തെ ആകർഷിച്ചു. എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ്? ഇത് മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ ഡിഷാ. ഞാൻ ഇത് ആദ്യമായി കഴിക്കുമ്പോൾ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടേ ഇല്ലെന്നാണ് തോന്നിയത്. താൻ പറയുന്നതും ശരിയാ. ഈ മട്ക മിഷൽ പാവ് നല്ല ഡിഫറന്റ് ആണ്. ഞാൻ ഇതുപോലെയൊരു ഡിഷ് ആദ്യമായിട്ടാ കാണുന്നത്. എന്നാൽ ഈ കട എന്തിനാ തന്റെ ഓഫീസിന്റെ താഴെ വെച്ചിരിക്കുന്നത്? ആലോക് സിദ്ധാർത്ഥനോട് ആ മിസൽ പാവുകാരന്റെ കഥ പറഞ്ഞു. സിദ്ധാർത്ഥന് ആലോക് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. ആലോക്, നീ വലിയ തെറ്റാ ചെയ്തത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ ഈ മിഷൽ പാവ് വണ്ടിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ? ഈ ഫുഡിന് സത്യത്തിൽ നല്ല രുചിയില്ലേ? അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഫുഡ് നാട് ഫുള്ളും ഫേമസ് ആക്കിക്കൂടെ? ആദ്യം ആ കടക്കാരനോട് പോയി സംസാരിക്കാം. വാ, അയാളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. സിദ്ധാർത്ഥും ആലോക്കും അദ്ദേഹത്തിനോട് എല്ലാ കാര്യവും പറഞ്ഞു. പിന്നെ അവനോട് അവന്റെ കലമിസൽ പാവിന്റെ റെസിപ്പിയും ചോദിച്ചു. അത് കേട്ട് അവൻ വളരെയധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആ നാട്ടുകാരെല്ലാവരും അവന്റെ രീതിയിലുള്ള മിസൽ പാവ് കഴിക്കാൻ പോകുന്നു. പിന്നെ സിറ്റി മുഴുവനും ആലോക് ഇതിന്റെ ഫ്രാഞ്ചൈസികൾ തുറന്നുകൊണ്ടേ വന്നു. പിന്നെ അതിന് അയാളെ തന്നെ ഓണറാക്കി. ആ ഫ്രാഞ്ചൈസികളെല്ലാം വളരെ സക്സസ്ഫുൾ ആയി. പിന്നെ ആ നാട്ടിലെങ്ങും ദംദാർ കലമിസൽ പാവ് എന്ന പേരിൽ ഒരുപാട് കടകൾ ഓപ്പണായി. പിന്നെ സിറ്റി മുഴുവനും കലമിസൽ പാവ് വളരെയധികം ഫേമസ് ആയി. ഇന്നും മാലതിയുടെ വീട്ടിൽ കഴിക്കാനായി ഒന്നുമില്ലായിരുന്നു.
മാലതി ഒരുപാട് വയസ്സായവരാണ്. അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവർക്ക് ആരുമില്ലായിരുന്നു. എന്നെങ്കിലും ആരെങ്കിലും സഹായിച്ചാൽ അവരുടെ വയറ് നിറയും, അല്ലെങ്കിൽ വെറും വയറോടെ തന്നെ ഇരിക്കണം. ഇന്നും എന്തോ ഞാൻ വെറും വയറോടെ കിടക്കണമെന്ന് തോന്നുന്നു. അടുത്ത വീട്ടിലെ സുരേഷ് പോലും ഇന്ന് വന്നേയില്ല. എനിക്ക് സഹായം കിട്ടുമെന്ന വിശ്വാസമേ ഇല്ല. മാലതി അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഉറങ്ങാൻ പോയി. അപ്പോഴാണ് ആരോ അവരുടെ വീടിന്റെ വാതിലിൽ മുട്ടിയത്. മാലതി എഴുന്നേറ്റ് ചെന്ന് അവരുടെ വീടിന്റെ വാതിൽ തുറന്നു. അവിടെ ഒരു ചെറിയ കുട്ടി ഒരു സഞ്ചിയും കലവും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ മോളെ, നീ ആരാണ്? ഇത്ര രാത്രി സമയത്ത് എന്റെ വീടിന് പുറത്ത് നീ എന്ത് ചെയ്യുന്നു? നിന്റെ അച്ഛനും അമ്മയും എവിടെ? എന്റെ പേര് ദേവി. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നിങ്ങൾ വിശപ്പോടെ ഉറങ്ങരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കുന്ന സാധനങ്ങളും പാത്രങ്ങളും എടുത്തിട്ട് വന്നിട്ടുണ്ട്. മാലതി എല്ലാ സാധനങ്ങളും വാങ്ങി അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. പക്ഷേ മാലതി അതൊക്കെ അകത്ത് വെച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടി അവിടെയില്ല. ആ ചെറിയ കുട്ടി ഈ രാത്രി സമയത്ത് എവിടേക്ക് പോയിട്ടുണ്ടാകുമെന്ന് മാലതിക്ക് ഒരുപാട് ആശ്ചര്യം തോന്നി. പിന്നെ അവൾ അകത്തേക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ കുട്ടി കൊണ്ടുവന്ന കലത്തിലാണ് മാലതി കിച്ചടി ഉണ്ടാക്കിയത്. അവളത് കഴിച്ചതും അവളുടെ വയറ് നിറഞ്ഞു. പക്ഷെ അതിശയമായി ആ കിച്ചടി അവസാനിച്ചേയില്ല. അവൾ എത്ര കഴിച്ചാലും ആ കലത്തിൽ കിച്ചടി തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. ആഹാ, ഈ കിച്ചടി അവസാനിക്കുന്നില്ലല്ലോ. ഞാൻ എത്ര കഴിച്ചാലും ഈ കലത്ത് കിച്ചടി വീണ്ടും വീണ്ടും വരുന്നു. ഇതിൽ തീർച്ചയായും എന്തോ മന്ത്രമുണ്ടാകും. ഞാൻ ഇതിന് മുകളിൽ മൂടി വെക്കാം. ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം കിട്ടും. മാലതി ഉറങ്ങി. അവൾ അടുത്ത ദിവസം എഴുന്നേറ്റ് അവൾ ആ കലം വീണ്ടും തിരിച്ചൊന്ന് നോക്കി. അപ്പ കണ്ടു ആ കലം വീണ്ടും കിച്ചടി കൊണ്ട് നിറഞ്ഞത്. എനിക്ക് എന്തോ ഇത് മാന്ത്രിക കിച്ചടിയാണെന്ന് തോന്നുന്നു. ഈ കലത്തിൽ കിച്ചടി അവസാനിക്കുന്നേയില്ല. ആ ചെറിയ കുട്ടി ആരാണെന്നേ അറിയുന്നില്ല. ഈ മാന്ത്രിക കലത്തെ എവിടെ നിന്ന് കൊണ്ടുവന്നു? ഇനി എനിക്ക് ഭക്ഷണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അതുപോലെ ഞാൻ മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കാം. ഇനി ഞാൻ ആരെയും വെറും വയറ്റോടെ കിടക്കാൻ അനുവദിക്കില്ല. മാലതി ആ മാന്ത്രിക കലം പുറത്തേക്ക് കൊണ്ടുപോയി നാട്ടിൽ ആരൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നോ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കിച്ചടി കൊടുത്തു. ആ വയസ്സായ മാലതി ഇങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നത് കണ്ട് അവരുടെ അടുത്ത വീട്ടിലെ സുരേഷ് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ഇതിൽ തീർച്ചയായും എന്തൊരു കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മാലതി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപേ രാത്രി തക്ക സമയം നോക്കി സുരേഷ് വീടിന്റെ ജനാലയിലൂടെ മാലതിയുടെ വീടിനകത്ത് വന്ന് ഒളിഞ്ഞു നിന്നു. മാലതി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ ദൈവത്തിന്റെ പുണ്യം കൊണ്ട് ഒരിക്കലും അവസാനിക്കാത്തതുപോലെ തന്നെ ഒരു മാന്ത്രിക കിച്ചടി എനിക്ക് കിട്ടി. ഇതിനു മുന്നേ എനിക്ക് കഴിക്കാൻ തന്നെ വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. അതുമല്ലാതെ ഈ കിച്ചടി ആരോഗ്യത്തിന് നല്ലതാണ്. രുചിയും വളരെ നന്നായിട്ടുണ്ട്. സുരേഷ് മാലതി പറയുന്നതെല്ലാം കേട്ടു നിന്നു. കിച്ചടിയെ കുറിച്ച് അറിഞ്ഞതും അവന്റെ മനസ്സിൽ അത്യാഗ്രഹം തോന്നി. ഈ കിഴവീനി എത്ര ദിവസം ജീവനോടെ കാണുമോ ആവോ. ഈ മാന്ത്രിക കുടം ഇവരുടെ കയ്യിലല്ല, ഇത് എന്റെ കയ്യിലിരിക്കേണ്ടതാ. ഒരുപക്ഷെ ഈ കുടം എന്റെ കയ്യിലിരുന്നാൽ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നവും വരില്ല. എന്റെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണത്തിന് ജീവിതം മുഴുവനും ഒരു കുഴപ്പവും വരില്ല. എനിക്കും സന്തോഷത്തോടെ ജീവിക്കാം. സുരേഷ് ആ കലം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന് ഒരു പ്ലാൻ ചെയ്തു. മാലതി ഉറങ്ങാൻ ചെന്നതും സുരേഷ് തന്റെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വന്ന് ആ മാന്ത്രിക കലം എടുത്തു. പിന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ മാലതി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അയ്യോ, മാന്ത്രിക കിച്ചടിയുടെ കലം ഇത് എവിടെ പോയി? ഇന്നലെ ഞാൻ ഇവിടെയല്ലേ വെച്ചത്. അത് എവിടെ പോയോ എന്തോ. ഇപ്പൊ ഞാൻ എല്ലാവരെയും എങ്ങനെ സഹായിക്കും? എനിക്ക് വീണ്ടും ഭക്ഷണത്തിന് പോരായ്മ വരും. മറ്റൊരു ഭാഗത്ത് സുരേഷ്
ആ മാന്ത്രിക കലം തന്നെ നോക്കിയിരുന്നു. ആ കലത്തിൽ ഒരുപാട് കിച്ചടി ഉണ്ടായിരുന്നു. അവനൊരു സ്പൂൺ കൊണ്ടുവന്നു. പക്ഷേ സുരേഷ് ആ കലത്തിൽ സ്പൂൺ വെച്ച ഉടനെ ആ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കിച്ചടി അവിടെ ഉണ്ട്, പക്ഷേ അവനെ കൊണ്ട് അത് എടുക്കാനേ കഴിഞ്ഞില്ല. അയ്യോ, ഇതെന്തൊരു അതിശയമാണ്! ഇതിൽ നിന്നും കിച്ചടി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ. ആ കിഴവിയുടെ കയ്യിലായിരുന്നപ്പോൾ ഈ കുടത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. എന്നാൽ എന്റെ അടുത്ത് വന്നതും ഇതിന് എന്തു പറ്റി? സുരേഷ് വീണ്ടും വീണ്ടും ആ കലത്തിൽ നിന്ന് കിച്ചടി എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവന് എടുക്കാനേ സാധിച്ചില്ല. അവസാനം അവന് ഒരുപാട് ദേഷ്യം വന്നു. അവൻ ആ കലം താഴെ വലിച്ചെറിഞ്ഞു. താഴെ വീണതും ആ കലം ചിന്നി ചിതറിപ്പോയി. ആ താഴെ വീണ ശബ്ദം മാലതിയുടെ വീട് വരെ കേട്ടു. അയ്യോ, സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഇതെന്താ ശബ്ദം? ഞാൻ പോയി നോക്കട്ടെ. മാലതി തന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നതും അവരുടെ വീടിന് പുറത്ത് അന്ന് രാത്രി അവരുടെ വീട്ടിൽ വന്ന അതേ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ദേഹത്ത് ഒരുപാട് പരുക്കുമുണ്ടായിരുന്നു. മാലതി ആ പരുക്ക് കണ്ട് ഉടനെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ ദേവിക്കുട്ടി, നിനക്ക് ഇത് എന്ത് പറ്റി? നിനക്കിപ്പോ ഇത് എന്ത് സംഭവിച്ചു? ഞാൻ നിന്നെ ഇപ്പോ എങ്ങനെ സഹായിക്കണം? ദേവി മാലതിയോട് സുരേഷിന്റെ വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നു. മാലതി ഉടനെ ഓടിച്ചെന്ന് സുരേഷിന്റെ വീട്ടിലേക്ക് ചെന്നു. അവർ കണ്ടു ആ കലം പൊട്ടിയിരുന്നത്. മാലതിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. പിന്നെ ആ പൊട്ടിയ കലങ്ങളും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതോടൊപ്പം ദേവിയെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ മാന്ത്രിക കലത്തിനും പിന്നെ ആ ചെറിയ കുട്ടി ദേവിക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മാലതിക്ക് മനസ്സിലായി. അവർ ആ കലത്തിനെ ഒട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ കുറച്ചായി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് ആ കലം പൊട്ടാത്ത രീതിയിൽ നല്ല ബലമായി ഒട്ടിച്ചു. അപ്പോഴാണ് ദേവിക്കേറ്റ പരിക്കും കുറച്ചായി മാറുന്നത് അവർ ശ്രദ്ധിച്ചത്. ആ കുട്ടിക്ക് മുഴുവനായി ഭേദമായതും. മോളെ, നീ ആരാ? തീർച്ചയായും നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല. ഞാൻ അന്നപൂർണി ദേവിയുടെ സ്വരൂപമാണ്. ഞാൻ ആരെയും വിശപ്പോടെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ അവരെ ഒരുപാട് സഹായിക്കും. പിന്നെ ആരൊക്കെ മനസ്സുകൊണ്ട് നല്ല സ്വഭാവമാണോ അവരോട് എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാ ഞാൻ അന്ന് ഈ മാന്ത്രിക കിച്ചടിയുടെ കലം നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ എപ്പോഴും ഇത് ഭദ്രമായി തന്നെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ ആർക്കൊക്കെ ഈ കലം നിങ്ങളുടെ കൈകൊണ്ട് കൊടുക്കുന്നുവോ അവർക്കും ഈ കലം ഇതുപോലെ തന്നെ കിച്ചടികൾ കൊടുക്കും. നന്നായി ഓർമ്മ വെച്ചോളൂ, ആരും വെറും വയറ്റോടെ കിടന്നുറങ്ങുന്നത് പോലെ നോക്കരുത്. അങ്ങനെ മാലതിയോട് പറഞ്ഞ് ആ കുട്ടി അപ്രത്യക്ഷപ്പെട്ടു. മാലതി ദേവി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. പിന്നെ ആ കുട്ടി അപ്രത്യക്ഷപ്പെട്ടതും ആ സ്ഥലത്ത് കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുള്ളത് മാലതി കണ്ടു. മാലതി വീണ്ടും ആ കലത്തിൽ കിച്ചടി ഉണ്ടാക്കി. പിന്നെ അവൾ കുറച്ച് കിച്ചടി കഴിച്ച് വിശക്കുന്നവർക്കും കിച്ചടി കൊടുത്തു. അങ്ങനെ അവർ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അത്യാഗ്രഹമുള്ള മനസ്സുകൊണ്ട് സുരേഷ് ആ കലം മോഷ്ടിക്കാൻ നോക്കി. അതുകൊണ്ട് ആ കലം അവനെ സഹായിച്ചേയില്ല. സുരേഷും ഇപ്പൊ അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി വിഷമിച്ചു. പിന്നെ അവൻ മാലതിയോട് ചെന്ന് ക്ഷമയും ചോദിച്ചു. മാലതി അവനോട് ക്ഷമിച്ചു. മാലതിയുടെ അവസാന കാലം വന്നപ്പോൾ അവർ ആ കലത്തെ സുരേഷിന് കൊടുത്തിട്ട് ഇനി തിരിച്ചു വരാനാകാത്ത ലോകത്തേക്ക് പോയി. സുരേഷും മാലതിയെ പോലെ ആ കലത്തെ നന്നായി ഉപയോഗിച്ചു. അമ്മേ, വിഷമിക്കാതിരിക്കെ. ഞാൻ ഇപ്പൊ തന്നെ ആരെയെങ്കിലും സഹായത്തിനായി വിളിച്ചോണ്ട് വരാം. ദീപു, നീ ഒരു 5 മിനിറ്റ് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണേ. ശരി ചേച്ചി, ഞാനിരിക്കാം. സരിത ഓടി അയൽക്കാരനായ വിക്രമിന്റെ വീട്ടിലേക്ക് ചെന്നു. ശക്തിയായി വാതിലിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. വിക്രം അങ്കിൾ, വാതിൽ തുറക്കൂ പ്ലീസ്. വിക്രം അങ്കിൾ, വാതിൽ തുറക്കൂ പ്ലീസ്. വിക്രം അങ്കിൾ. 2 മിനിറ്റിന് ശേഷം വിക്രം വാതിൽ തുറന്നു. അങ്കിൾ, ഞങ്ങളുടെ മമ്മി പെട്ടെന്നൊന്ന് ബോധം കെട്ട് വീണു. ഞങ്ങളെ ഒന്ന് സഹായിക്കണം പ്ലീസ്. വിക്രമും സരിതയും പെട്ടെന്ന് തന്നെ ഓടി സരിതയുടെ വീട്ടിലേക്ക് വന്നു. സരിതയുടെ അമ്മയ്ക്ക് അപ്പോഴും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. സരിതയുടെ കുഞ്ഞനുജനായ ദീപു അപ്പോഴും വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിക്രം പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു. ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. സരിതയുടെ അമ്മയെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ്
സരിത പുറത്തൊരു ബെഞ്ചിലിരിക്കുമ്പോഴാണ് വിക്രം അടുത്ത് വന്ന് പറഞ്ഞത്, മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്കിൾ, അമ്മയ്ക്ക് ഓർമ്മ വരാനായിട്ട് ഇനി എത്ര സമയം എടുക്കുമായിരിക്കും? ഡോക്ടർ പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് ഡിസീസ് ആണെന്നാണ്. ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ചിലപ്പോ 1 മാസമെങ്കിലും ഇവിടെ കിടക്കേണ്ടതായും വരും. അപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അങ്കിൾ? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാം മോളെ. പക്ഷേ ഓപ്പറേഷന് ഒത്തിരി ചെലവുണ്ട്. അത്രയും പണം എന്റെ കയ്യിൽ ഉണ്ടാവില്ല. ഡോക്ടർ ഇന്ന് തന്നെ പണം അടക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ചികിത്സ തുടങ്ങാനാവില്ലെന്ന്. പക്ഷെ നമ്മൾ ആ പണം എവിടെ നോപ്പിക്കും? സരിതയും വിക്രവും ഒരുമിച്ച് കൂട്ടിയിട്ട് പോലും ഓപ്പറേഷന്റെ പണം കണ്ടെത്താനായില്ല. ഡോക്ടർ സരിതയുടെ അമ്മയുടെ ചികിത്സയും തുടങ്ങിയില്ല. അതുകൊണ്ട് അവർ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ അമ്മയ്ക്ക് ഹൃദയാഘാതമുണ്ടായി. അങ്ങനെ ആ അമ്മ മരണപ്പെട്ടു. സരിതയും ദീപുവും ഈ ഭൂമിയിൽ തനിച്ചായി. കുഞ്ഞനുജനായ ദീപുവിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സരിതയുടേതായി മാറി. അവൾ നദീതീരത്തിരുന്നു കൊണ്ട് അവളുടെ ജീവിതത്തെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ? 1 വർഷം മുന്നേ എന്റെ കുടുംബം എത്ര സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞത്. ചിരിയും കളിയും മാത്രമായിരുന്നു. അച്ഛൻ രാത്രി ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കായി കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അമ്മ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. അന്നൊക്കെ ഞാനും ദീപും വഴക്കുണ്ടാക്കുമായിരുന്നു. അത് കണ്ടിട്ട് അമ്മ ഞങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. ഞങ്ങളെല്ലാം ഒത്തുചേർന്ന് ചിരിച്ച് കളിച്ച് എത്രയെത്ര യാത്രകളൊക്കെയാ നടത്തിയിരുന്നത്. എന്റെ അച്ഛന്റെ ഓമനയായിരുന്നു ഞാൻ. പക്ഷെ ആ രാത്രിയിൽ എല്ലാം മാറി മറിഞ്ഞു. അന്ന് രാത്രി റോഡിൽ കിടന്ന് അച്ഛൻ മരിച്ചപ്പോ മുതല് ഞങ്ങൾക്ക് ആരുമില്ല. അമ്മ കൂടി മരിച്ചതോടെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആരുമില്ലാതായി. ഞാൻ എന്റെ ദീപുവിന് വേണ്ടി ജീവിച്ചേ തീരൂ. അവന് വേണ്ടി ജീവിക്കാൻ ധൈര്യം ഉണ്ടാക്കി എടുത്തേ പറ്റൂ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് മാത്രമേ സ്വന്തമായിട്ട് ബാക്കിയുള്ളൂ. സരിത അവളുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ അവൾ കണ്ടത് ദീപു വീടിന് പുറത്തുനിന്ന് കരയുന്നതാണ്. എന്തു പറ്റി ദീപു? നീ എന്തിനാ കരയുന്നത്? അങ്കിള് നിന്നെ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞു. എന്നിട്ട് അങ്കിൾ എവിടെ? അപ്പോൾ വിക്രം അകത്തുനിന്നും ചില പേപ്പേഴ്സുമായി പുറത്തേക്ക് വന്നു. അത് സരിതയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇനി ഒരു അവകാശമില്ല. ഈ വീടിപ്പോ എന്റെയാണ്. ഇതതിന്റെ രേഖയുടെ പകർപ്പാണ്. വേഗം നിങ്ങളുടെ സാധനങ്ങളൊക്കെ വാരിക്കെട്ട്, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. സരിതയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൾ തന്റെ വിക്രമങ്കിളിനെ അത്രയ്ക്കും വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം മുതലെടുത്ത് വിക്രം സരിതയുടെ വീട് അയാളുടെ പേരിലാക്കി മാറ്റി. സരിതയും ദീപുവും അനാഥരായി മാറി. സരിതയ്ക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. അവൾക്ക് വിക്രമിനോട് ഏറ്റുമുട്ടാൻ കഴിയുമായിരുന്നില്ല. അവൾ ദീപുവിനെയും കൂട്ടി വഴിയരികിൽ നിന്നു. ചേച്ചി, അമ്മയോ അച്ഛനോ എവിടെ പോയതാ? അവർ നമ്മളെ കൊണ്ടുപോകാൻ എന്താ വരാത്തെ? അവരെന്താ നമുക്ക് ഭക്ഷണമൊന്നും കൊണ്ടുവരാത്തത്? ചേച്ചി, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ. നീ വിഷമിക്കാതിരിക്കും ദീപു. മമ്മിയും പപ്പയും എങ്ങും പോയിട്ടില്ല. അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാ ഞാനില്ലേ നിന്റെ കൂടെ? ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നീ ഉറങ്ങാൻ നോക്ക്. നാളെ എന്തായാലും ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം. സരിത ദീപുവിനെ ഒരു വിധത്തിൽ ഉറക്കി. തൊട്ടടുത്തുള്ള ചില ഹോട്ടലിൽ ചെന്ന് അവൾ ഭക്ഷണം യാചിച്ചു. എല്ലാ ഹോട്ടലുകളിലും അവളെ ഓടിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവൾ രാംധാരിയുടെ ഹോട്ടലിൽ ചെന്നു. അങ്കിൾ, 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. പ്ലീസ് എന്തെങ്കിലും കഴിക്കാൻ തരണം. പ്ലീസ് അങ്കിൾ. രാത്രിയാകുമ്പോ ഇവറ്റകൾ എവിടെ നിന്നൊക്കെ വരുന്നോ എന്തോ. ഓടിക്കോ ഇവിടുന്ന്. ഞങ്ങളുടെ ഇവിടെ സൗജന്യ ഭക്ഷണമൊന്നും വിളമ്പുന്നില്ല കേട്ടോ, പിച്ചക്കാരി പെണ്ണ്. അതേസമയം ഈ കാര്യങ്ങളെല്ലാം ആ ഹോട്ടലിന്റെ മുതലാളി രാംധാരി കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ വന്ന് സരിതയോട് ചോദിച്ചു, എന്തു പറ്റി മോളെ? രാത്രി ഇത്ര വൈകി നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനും എന്റെ അനിയനും 2 ദിവസമായിട്ട് പട്ടിണിയാ. എന്തെങ്കിലും കഴിക്കാൻ തരണേ. ശരി മോളെ, ഞാനിപ്പോ തരാം. നിങ്ങൾക്ക് നാണമാവില്ലേ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ ഓടിക്കാൻ? ചെല്ല്, വേഗം ചെന്ന് ഇവൾക്കുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്ക്. നീ പറയും മോളെ, എന്താ സംഭവിച്ചത്? സരിത രാംധാരിക്ക് നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു. സരിതയുടെ കഥ കേട്ടിട്ട് രാംധാരിക്ക് അവളോട് അലിവ് തോന്നി. അയാൾ പറഞ്ഞു, പറയൂ, ഞാൻ നിനക്ക് എങ്ങനെയാണ് സഹായം ചെയ്യേണ്ടത്? എനിക്ക് സ്വന്തമായി കാശ് സമ്പാദിക്കണം. എന്റെ അമ്മ എനിക്ക് നല്ല പോലെ കുളിച്ചുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതുണ്ടാക്കി വിറ്റ് കാശ് സമ്പാദിക്കാനാ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ അത് തുടങ്ങി വെക്കാനുള്ള സമ്പാദ്യമൊന്നും തന്നെ ഇല്ല. ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. രാംധാരി സരിതയ്ക്ക് കുറച്ച് കാശ് കൊണ്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ധൈര്യം അപാരം തന്നെ മോളെ. നീ ജീവിതത്തിൽ ഒരിക്കലും തോൽവി സമ്മതിക്കുന്നവളല്ല. അച്ഛനമ്മമാർ മരിച്ചു. പിന്നെ നിന്റെ അയൽവാസി നിന്നെ ചതിച്ച് സ്വത്തെല്ലാം തട്ടിയെടുത്തെങ്കിലും നീ ജീവിച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്ക് പൂർണ്ണ പിന്തുണ തരാം മോളെ. ഞാൻ ഇതെല്ലാം എന്റെ അനിയൻ ദീപുവിന് വേണ്ടി മാത്രാ ചെയ്യുന്നത്. അവനില്ലായിരുന്നുവെങ്കിൽ
ഞാൻ എന്റെ ജീവൻ തന്നെ എപ്പോഴും അവസാനിപ്പിച്ചു കളയുമായിരുന്നു. ഞാൻ അങ്ങയോട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. ഹോട്ടലിന്റെ പുറത്തായിട്ട് ഒരു പഴയ സൈക്കിൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ ആവശ്യമില്ലെങ്കിൽ ഞാനത് എടുത്തോട്ടെ. ഞാൻ അതുപയോഗിച്ച് എന്റെ ചോലെ കുൽച്ചയുടെ ബിസിനസ് നടത്തിക്കോളാം. ശരി, ഞാൻ അത് റിപ്പയർ ചെയ്തിട്ട് നിനക്ക് നാളെ രാവിലെ തരാം. അങ്ങനെ രാംധാരിയുടെ സഹായത്തോടെ സരിത ചോലെ കുൽച്ച ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ടത് സൈക്കിളിൽ കൊണ്ടു നടന്ന് വിൽക്കാനും തുടങ്ങി. അവൾ തന്റെ ചോലെ കുൽച്ചയുടെ പേര് രാംധാരി ചോലെ കുൽച്ച എന്നാക്കി. അവളുടെ ചോലെ കുൽച്ച വളരെ സ്വാദിഷ്ടമായിരുന്നു. ധാരാളം പേർ അത് കഴിക്കാനായി സരിതയെ വീട്ടിൽ വിളിക്കുമായിരുന്നു. രാംധാരി സരിതയുടെ ഈ പുരോഗതി കണ്ട് വളരെ സന്തുഷ്ടനായി. അദ്ദേഹം സരിതയുടെ കാര്യത്തിൽ അഭിമാനം കൊണ്ടു. സരിത രാംധാരിക്ക് തന്റെ മൂത്ത സഹോദരനോടുള്ള ബഹുമാനം കൊടുത്തിരുന്നു. കുറേശ്ശെയായി രാംധാരിയിൽ നിന്ന് വാങ്ങിയ പണം അവൾ തിരികെ കൊടുത്തു. സമ്പാദിക്കുന്ന കാശുകൊണ്ട് അവൾ ദീപുവിനെ നല്ലൊരു സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവന് നല്ല വിദ്യാഭ്യാസം കിട്ടി. സരിത 18 വർഷത്തോളം തന്റെ സൈക്കിളിൽ ചോലെ കുൽച്ച വിറ്റുകൊണ്ടിരുന്നു. അവളുടെ സഹോദരൻ ദീപു നന്നായി പഠിച്ചു വളർന്ന് വലിയൊരു ഓഫീസറായി മാറി. ദീപു സരിതയെ അമ്മയെപ്പോലെ തന്നെയാണ് കണ്ടിരുന്നത്. തന്റെ എല്ലാ വളർച്ചയ്ക്കും കാരണക്കാരിയായ ചേച്ചിയെ അവൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. ദീപു ഓഫീസറായതിനു ശേഷവും സരിത തന്റെ ചോലെ കുൽച്ചയുടെ കച്ചവടം നിർത്തിയില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചത്. അവളുടെ ചോലെ കുൽച്ച ആ പട്ടണത്തിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും പ്രശസ്തമാവാൻ തുടങ്ങി. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും സരിതയുടെ ചോലെ കുൽച്ച കഴിക്കാൻ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു.